ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഒരു അത്ഭുത സിദ്ധിയുള്ള ഒരു മന്ത്രത്തെ പറ്റിയാണ്. അതായത് എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ നേടിക്കൊടുത്ത ഒരു മന്ത്രമാണിത്. അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് കോടീശ്വര യോഗവും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴും വരൾച്ചയൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ചൂടും വരൾച്ചയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ആ ദേവനെ, അതായത് ആ ദേവൻ എന്ന് പറയുന്നത് മറ്റാരുമല്ല, ജലത്തിൻ്റെ ദേവനായ വരുണദേവനെ പറ്റിയാണ് പറയുന്നത്. ആ ദേവനെ നമ്മൾ ഭജിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ എന്താ പറയുന്നത് മഴ പോലും എത്രയും പെട്ടെന്ന് ഈ ഒരു മന്ത്രം ജപിച്ചാൽ മതി, മഴ പോലും പെയ്യുമെന്നാണ് ഐതിഹ്യം പറയുന്നത്. അതുപോലെ തന്നെ ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് ശത്രുക്കളുണ്ടെങ്കിൽ അത് നശിച്ച്, അതായത് നമുക്ക് ഇപ്പോഴും പലതരത്തിൽ ഉള്ള നമുക്ക് സമ്പത്തുക്കളൊക്കെ ഉണ്ടായാലും അത് നമുക്ക് സ്ഥിരമല്ലാതെ, അതായത് നമ്മളിപ്പോൾ അധ്വാനിച്ച് കിട്ടുന്ന പൈസ ശരിയായ രീതിയിൽ നമുക്ക് വിനിയോഗിക്കാൻ കഴിയാതെ അത് പാഴ്ചെലവായിട്ട്, അതായത് രോഗം മൂലവും മറ്റ് കാര്യങ്ങൾ മൂലവും ഒക്കെ ആയിട്ടത് ഇല്ലാതായി പോവുകയാണെങ്കിൽ ആ പൈസയൊക്കെ നമുക്ക് എന്താ പറയുന്നത്, അതൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാനും ശരിയായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കാനും ഒക്കെ സാധിക്കാനും, പിന്നെ ശത്രുദോഷങ്ങളൊക്കെ മാറുന്നതിനും കോടീശ്വര യോഗങ്ങൾ, അതായത് ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് നേടിത്തരാനും, ലോട്ടറി തന്നെ ആവണമെന്നില്ല, നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടേണ്ട സ്വത്തുക്കളൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുക, കോടതി കേസ് വഴക്കിലൊക്കെ പെട്ടിരിക്കുന്നതൊക്കെ പെട്ടെന്ന് അനുകൂലമാവാൻ, അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പല നെഗറ്റീവ്സും പെട്ടെന്ന് തന്നെ മാറിയിട്ട് നമുക്ക് ജീവിതത്തിലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ബലം നേടിത്തരാൻ ഈ മന്ത്രത്തിന് സാധിക്കും. ഈ മന്ത്രം എന്ന് പറയുന്നത് വരുണദേവൻ്റെ മന്ത്രമാണ്. വരുണദേവനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതായത് വരുണമന്ത്രം നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്, ആ മന്ത്രമല്ല. ഇതെന്ന് പറയുന്നത് വരുണദേവനുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രം തന്നെയാണ്. പിന്നെ ഇത് വരുണദേവൻ എന്ന് വെച്ചാൽ നമ്മൾ അറിയാമല്ലോ, നമ്മുടെ ജലത്തിൻ്റെ ദേവനാണ് വരുണദേവൻ. പിന്നെ പഞ്ചഭൂതങ്ങൾ അറിയാമല്ലോ, നമ്മുടെ ഭൂമി, ആകാശം, അഗ്നി, ജലം, വായു, ഇതാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലെ ദേവനാണ് വരുണദേവൻ. വരുണദേവൻ സമുദ്രത്തിലാണ് ആ ദേവൻ്റെ വാസം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ ദേവനെ മനസ്സിൽ വിചാരിച്ച് നമ്മൾ ഞായറാഴ്ച ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കയ്യിൽ ഇത് ചെല്ലുന്നതിന് മുന്നായിട്ട് തന്നെ സൂര്യദേവനെ പ്രാർത്ഥിക്കുക. അതായത് ഓം സൂര്യദേവായ നമ, ഓം ഭാസ്കരായ നമ എന്ന മന്ത്രം ജപിച്ചതിന് ശേഷം നമ്മൾ ഒരു കുമ്പിള വെള്ളമെടുത്ത് ഭഗവാനെ ആവാഹിക്കുക. അതായത് കയ്യിൽ ഒരു കുമ്പിൾ വെള്ളം എടുത്തതിന് ശേഷം വാം വരുണായ നമ എന്ന് നിങ്ങൾ 108 പ്രാവശ്യം ജപിക്കുക. നിങ്ങൾക്ക് ഈ ലോകത്ത് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്ന് മന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതോടൊപ്പം തന്നെ അത് നിഷ്ഠയായിട്ട് ചെയ്യാൻ നോക്കുക. അത് നിഷ്ഠയായിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് മത്സ്യ മാംസാദികളൊക്കെ ഉപേക്ഷിച്ചിട്ട് നല്ല വ്രതശുദ്ധിയോടെ ബ്രഹ്മചര്യമൊക്കെ അനുഷ്ഠിച്ച് വേണം ഈ മന്ത്രം. അതായത് തലേന്ന് വെച്ചാൽ ശനിയാഴ്ച ദിവസം അങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ ഞായറാഴ്ച ഈ കർമ്മം ചെയ്യാനായിട്ട്. എന്നിട്ട് ഭഗവാനെ 108 പ്രാവശ്യം വാം വരുണായ നമ, വാം വരുണായ നമ എന്ന് ഭഗവാനെ നമ്മൾ ആവാഹിക്കുകയാണ്. അപ്പം നമ്മുടെ ഉള്ളിലോട്ട് കൊണ്ടുവരികയാണ്. ഇതിനാണ് വാം വരുണായ നമ എന്ന് ജപിക്കുന്നത്. അങ്ങനെ 108 വട്ടം ജപിക്കുക. നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും വരുണദേവൻ തരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും